നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്. ആ വ്യക്തിയുടെ മുഖം മനസ്സിലോർത്ത് അവരുടെ പേര് 3 തവണ ഉരുവിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ളത് മാത്രം സ്വീകരിക്കുക. ഒന്നിനെയും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു സാധ്യത ഇനി ഉണ്ടോ എന്നാണ്. അവർ ഒരുപക്ഷെ നിങ്ങളെക്കാളും അകലെയായിരിക്കാം. അവിടെ നിന്നുകൊണ്ട് അവർ ചിന്തിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ എന്ന്. ഇത് തീർത്തും എൻഡായി പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അവരിപ്പോൾ സന്തോഷമില്ലാത്ത ഒരവസ്ഥയിലാണ്. ഒരു തടവറയിൽ എന്നോണം ആണ് ഇപ്പോൾ അവർ അവിടെ നിൽക്കുന്നത്. ലോക്കായിട്ടുള്ള സിറ്റുവേഷനിലാണ്. അവരുടെ പ്രതീക്ഷയും പ്രകാശവും നിങ്ങളാണ്. നിങ്ങളടുത്തേക്ക് വരാൻ അവർ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ ഡിഫറെൻറ്റ് കൺട്രിയിലായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളടുത്തു നിന്നും അകന്നു നിൽക്കുകയായിരിക്കാം. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും എന്നവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ അകന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർ ഇപ്പോൾ വളരെ വേദനയിൽ കടന്നു പോവുകയാണ്. എത്രയും വേഗത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നവർ ഇപ്പോൾ ചിന്തിക്കുന്നു. അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളെ വിട്ടു പോയതിന് ശേഷം ഒരു തടവറയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എന്ന്. അവരെ ആരൊക്കെയോ തടഞ്ഞു വയ്ക്കുന്ന ഒരവസ്ഥ. അവർക്കറിയില്ല നിങ്ങളടുത്തേക്ക് എത്താൻ കഴിയുമോ എന്ന്. കാരണം അത്രയും വലിയൊരു വേദനയിലൂടെ അവർ കടന്നു പോകുകയാണ്. നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്തൊക്കെ ആ ആള് നിങ്ങളടുത്ത് നിന്ന് മാറുന്ന സമയം നിങ്ങൾ അവരെ നോക്കി സങ്കടത്തോടെ നിൽക്കുമായിരുന്നു. അതവർക്ക് അറിയാമായിരുന്നു. പ്രതീക്ഷയോടെ അവരെ വീണ്ടും വീണ്ടും കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുമായിരുന്നു. ഒന്നിച്ച് കാണുമ്പോഴൊക്കെ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു സ്നേഹമായിരുന്നു രണ്ടാൾക്കും. നിങ്ങൾക്ക് അവരോട് ഒരു മടുപ്പും തോന്നിയിട്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും സ്നേഹം കൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം ഷെയർ ചെയ്തിട്ടുള്ളതായി കാണുന്നുണ്ട്. ഒരു പക്ഷേ ഹസ്ബൻഡും വൈഫുമായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരായിരിക്കാം. എന്തായാലും പരസ്പരം അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഇഷ്ടമായിരുന്നു രണ്ടാൾക്കും. അത്രമാത്രം ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഇവിടെ വേറെ ആരോടോ ഫൈറ്റ് ചെയ്തിട്ട് വേണം അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ. നിങ്ങളുടെ അടുത്തു നിന്നും ഇവരെ ആരോ തടഞ്ഞു വയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ആ തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങളെ തമ്മിൽ അകറ്റിയതും. ചിലർക്കൊക്കെ ഇതൊരു വിവാഹത്തിൽ വന്നെത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടം വീണ്ടും നിങ്ങളെ അറിയിക്കണമെന്നുണ്ട്. പക്ഷേ അവർക്കറിയില്ല നിങ്ങളിപ്പോൾ അതിന് വില്ലിങ് ആണോ എന്ന്. നിങ്ങളിൽ നിന്നും അകന്നു പോയതിന് അവർക്ക് വ്യക്തമായൊരു കാരണമുണ്ടായിരുന്നു, അതിനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും വന്നാൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത എന്നവർ ഇപ്പോൾ ചിന്തിക്കുന്നു. നിങ്ങൾ അവരെ സ്വീകരിക്കുമോ ഉപേക്ഷിക്കുമോ എന്നൊക്കെ ഓർത്ത് ഇപ്പോൾ അവർക്ക് ഒരു ഭയമുണ്ട്. അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ തിരിച്ചു വരണമോ വേണ്ടേ എന്നൊക്കെ അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് സംസാരിക്കാൻ അവർക്കിപ്പോൾ വളരെയധികം ആഗ്രഹമുണ്ട്. ഉടനെ ഈ വ്യക്തിയിൽ നിന്ന് ഒരു ശുഭവാർത്ത നിങ്ങളെ തേടിയെത്തും. ഉടൻ തന്നെ ഒരു യാത്ര ചെയ്തവർ നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ്. ഇപ്പോൾ അവർ ആരും പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അവർക്ക് നിങ്ങളെ കാണണം, നിങ്ങളടുത്തേക്ക് വരണം, ഒരു തടസ്സവും അവർക്ക് ബാധകമല്ല എന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പോൾ അതോർത്ത് ഒരു കുറ്റബോധം തോന്നുകയാണ്. ഇപ്പോൾ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അവരോട് ക്ഷമിക്കണമെന്ന്. ഇപ്പോൾ അവർ വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. നിങ്ങളോട് അങ്ങനെ ചെയ്തു പോയതിൽ അവർക്ക് വിഷമവുമുണ്ട്.
നിങ്ങളോട് അതൊക്കെ തുറന്ന് സംസാരിക്കണമെന്ന് അവരിപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നു. അപ്പോൾ പറ്റിച്ചു എന്നുള്ളത് വ്യക്തമാണ്. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം. മനഃപൂർവ്വമല്ല അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നിങ്ങളെ വേദനപ്പെടുത്തുന്ന രീതിയിൽ അവർ ഒരു പക്ഷേ സംസാരിച്ചിട്ടുണ്ടാവാം. നിങ്ങളെ വിട്ട് പോയപ്പോൾ നിങ്ങൾ വേദനിച്ചിട്ടുണ്ടെന്നും അവർക്കിപ്പോൾ അറിയാം. അതിലൊക്കെ അവർക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു എന്തൊക്കെ ചെയ്തിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് വിട്ടുപോകാൻ കഴിയില്ല. നിങ്ങളെ ഓർമ്മകൾ അവരെ വീണ്ടും വീണ്ടും അവരെ മനസ്സിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും അവർക്കറിയില്ല. മുമ്പ് ഓരോ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് നിങ്ങൾ അവർക്ക് വേണ്ടി ഒത്തിരി സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അവരോർക്കുന്നു അവരുടെ പാതി നിങ്ങൾ തന്നെയാണ് എന്ന്. ഇതൊരു ടിൻ ഫ്ലെയിം ജേർണിയാണെന്നുള്ളത് അവർ ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. യൂണിവേഴ്സ് അതവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവാം. നിങ്ങൾ തമ്മിൽ ഒന്നിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അവർക്കറിയാം. ഒരു ഭയവും അവർക്കുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ അവർ മനസ്സിലാക്കുന്നു. എന്നാലും അവർ മുന്നോട്ട് വരാൻ റെഡിയാണ്. കാരണം അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമുണ്ട്. അതിപ്പോൾ ഒരു തിരിച്ചറിവിലൂടെ വന്നതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം നിങ്ങൾക്കവരെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. പക്ഷേ അങ്ങനെയല്ല. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതാണ്. യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒത്തിരി സൈൻസ് തരുന്നതായി കാണുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുക. ഏഞ്ചൽ നമ്പേഴ്സ് ആവാം, ഫെദേഴ്സ് ആവാം, ബട്ടർഫ്ലൈസ് ആവാം. യൂണിവേഴ്സ് എന്താണോ നിങ്ങൾക്ക് മുന്നിലേക്ക് നീട്ടുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക. ആ വ്യക്തി തിരികെ വരുമ്പോൾ നിങ്ങളുടെ ഈഗോയെ ഉപേക്ഷിക്കുക. നിങ്ങൾക്കറിയാം നിങ്ങൾ ഒത്തിരി വേദനിച്ചിട്ടുണ്ടെന്ന്. ഒത്തിരി ലോങ്ങായിട്ടുള്ള ഒരു വേർപിരിയലായിരുന്നിരിക്കാം ഇത്. ഇപ്പോൾ അവർ അവരുടെ സ്നേഹത്തെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരാൻ റെഡിയാണ്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ ഈസിയായി ഹീൽ ചെയ്യാം. അവർ ചെയ്ത തെറ്റുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കുമ്പോഴാണ് അവിടെ നിങ്ങൾ വലിയ ഉയരങ്ങൾ ആ വ്യക്തിയുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് അതിലൂടെ വളരെയേറെ സന്തോഷം ഉണ്ടാകാൻ പോകുന്നു. നമ്മൾ ക്ഷമിച്ചു കൊടുക്കുമ്പോൾ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാകും. നമുക്കായി വിധിച്ചതാണെങ്കിൽ നമ്മുടെ അടുത്ത് എന്തായാലും എത്തുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. യൂണിവേഴ്സ് നിങ്ങളുടെ സങ്കടം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വ്യക്തി എന്തായാലും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. കുറച്ച് ക്ലൂസ് നോക്കാം. ജാനുവരി 21 മീഡിയ 1111 കാസ്റ്റ് ഡിഫറെൻറ്റ് ലെറ്റർ T 6 N 28 12 May travel 26 വയനാട് 48 എറണാകുളം കോട്ടയം തിരുവല്ല ലെറ്റർ X മാരേജ് ഇയേഴ്സ് 1974 43 1989 ഒക്ടോബർ സെപ്റ്റംബർ 29 2006 45 1988 1010 കരുനാഗപ്പള്ളി M 1997 IT വെളുത്ത പക്ഷികൾ 2001 X ആലപ്പുഴ 46 ലെറ്റർ P ലെറ്റർ O ഉത്രട്ടാതി നക്ഷത്രം 2007 വെർഗോ ഓച്ചിറ 12 കാപ്രിക്കോൺ ലെറ്റർ I സെപ്പറേഷൻ
abroad, black color. Letter P, Triketa. Letter T, Rohini Nashatram. Uttratadi, Aries, 15/90/81. Chodhi Nashatram, 11/11. August 1983. Church. Letter R. Letter V, round face, brown hair. Letter V. Letter C, 38, 33, 42. Letter Y. Letter N. Letter F. Letter G, love, 1. Letter B. Letter N.